ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരു കഥയാണ് പറയുന്നത്. ഒരു ടീച്ചറമ്മ അവരുടെ 5 കുഞ്ഞുമക്കളെയും കൂടെ പഠിപ്പിക്കുന്ന കഥയാണ്. 5 പേരും 5 സ്വഭാവക്കാരാണ്. തമ്മിത്തല്ലും വഴക്കുകൂടക്കവും പരസ്പര സ്നേഹമില്ലായ്മയും ഒക്കെയുള്ള 5 കുഞ്ഞുമക്കളുടെ കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ ടീച്ചറമ്മ 5 പേരെയും ഇരുത്തി പഠിപ്പിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളും പാട്ടുകളും തമാശകളുമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളും അതിനനുസരിച്ച് പഠിക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് ടീച്ചറമ്മ ഇറങ്ങിപ്പോയപ്പോൾ കുട്ടികൾ തമ്മിൽ ഭയങ്കരമായ അടിയും വഴക്കും. ഇവരുടെ സ്ഥിരം പരിപാടിയാണ് തമ്മിത്തല്ലും ബഹളവും. ഇത് കണ്ടുകൊണ്ട് വന്ന ടീച്ചറമ്മയാവട്ടെ അവരെ എല്ലാവരെയും വഴക്ക് പറഞ്ഞു. എന്നിട്ട് അവരോട് 5 പേരോടുമായി ടീച്ചറമ്മ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ 5 പേരും വഴക്ക് കൂടരുത്, നല്ല സ്നേഹത്തോടു കൂടി വേണം ജീവിക്കാൻ. 5 പേർക്കും ടീച്ചറമ്മ ഓരോ ഉപദേശവും കൊടുത്തു. 5 പേരും അത് കേട്ടുകൊണ്ടേയിരുന്നു. എന്നിട്ട് ടീച്ചറമ്മ അവർക്കായിട്ട് ഒരു കാര്യം കൊടുക്കാൻ തീരുമാനിച്ചു. 5 പേർക്കും 5 വിത്തുകൾ ടീച്ചറമ്മ തരും. ഈ 5 വിത്തും നിങ്ങൾ കൊണ്ടുപോയി കുഴിച്ചിടണം. അങ്ങനെ ടീച്ചറമ്മ ഓരോരുത്തരെയായി വിളിച്ച് 5 വിത്തുകൾ, ഓരോ വിത്തുകൾ വീതം 5 പേർക്കും കൊടുത്തു തുടങ്ങി. ഓരോരുത്തരും വരിവരിയായി വന്ന് വിത്തുകൾ വളരെ സന്തോഷത്തോടെ വാങ്ങിച്ചുകൊണ്ട് പോയി. ഓരോരുത്തരും അങ്ങനെ വിത്തുകളെല്ലാം വാങ്ങിച്ചു. എന്നിട്ട് ഇതെന്തിനാണെന്ന് കുട്ടികൾ ചോദിച്ചപ്പോൾ ടീച്ചറമ്മ പറഞ്ഞു, ഈ 5 വിത്തും നിങ്ങൾ കൊണ്ടുപോയി കുഴിച്ചിടണം. അങ്ങനെ കുട്ടികളുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കുട്ടികൾ വീട്ടിലേക്ക് പോയി. അവർ വീട്ടിലേക്ക് ചെന്നു. വിത്തുകളെല്ലാം അവരെടുത്ത് സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് രാത്രിയായപ്പോൾ അവർ കിടന്നുറങ്ങി. രാവിലെ വിത്തുകളെല്ലാം നട്ടുവെക്കാമെന്നവർ തീരുമാനിച്ചു. എന്നാൽ അവർ ഉറങ്ങിക്കിടക്കാൻ നേരത്ത് ഒരു അത്ഭുതം സംഭവിച്ചു. അവർക്ക് ടീച്ചറമ്മ കൊടുത്ത വിത്തുകൾക്ക് എന്തോ പ്രത്യേകതയുണ്ടായി. രാവിലെ ഉറക്കമെണീറ്റ് ഓരോരുത്തരും അവരവരുടെ വിത്തുകൾ കൊണ്ടുപോയി കുഴിച്ചു വയ്ക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ 5 പേരും ഓരോ വിത്തുകൾ വീതം കുഴിച്ചിടാൻ തുടങ്ങി. വളരെ സന്തോഷത്തോടെ അവരതെല്ലാം ചെയ്തു. അങ്ങനെ ഓരോരുത്തരും വിത്തുകളൊക്കെ കുഴിച്ചിട്ടു. പിന്നീട് നമ്മൾ കാണുന്നത് അവരുടെ വലിയ ഒരു മാറ്റമായിരുന്നു. ഓരോ കുട്ടികൾക്കും വളരെയധികം മാറ്റങ്ങൾ വന്നു തുടങ്ങി. കുഞ്ഞുമോൾ തറയിൽ വീണപ്പോൾ അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു അവളുടെ വലിയ ചേച്ചി. അതുവരെ ശത്രുക്കളായിരുന്നവരായിരുന്നു. പിന്നെ നമ്മളെ കുഞ്ഞു പയ്യൻ നടന്നു വരികയായിരുന്നു. പെട്ടെന്ന് അവൻ വീണു. അന്നേരം അവൻ്റെ ചേച്ചി ഓടി വന്ന് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവനെ ചേർത്ത് പിടിച്ചു. ഓടി വന്ന് അവനെ സഹായിച്ച് അവനെ എഴുന്നേൽപ്പിച്ച് വളരെ സ്നേഹത്തോടെ അവനെയും കൊണ്ട് നടന്നു പോയി. അന്ന് വരെ അവരതൊന്നും ചെയ്തിട്ടേയില്ലായിരുന്നു. തമ്മിൽ തല്ലായിരുന്നു എപ്പോഴും പരിപാടി. പിന്നെ ഒരു ദിവസം റോഡ് ക്രോസ് ചെയ്യാൻ ഈ കുട്ടിക്ക് വളരെ പേടിയായിരുന്നു. അങ്ങനെ അവൾ പേടിച്ച് നിന്നപ്പോൾ അവളുടെ അനിയത്തിക്കുട്ടി വളരെ ധൈര്യത്തോടെ വന്ന് ചേച്ചി പെണ്ണിനെ വിളിച്ചുകൊണ്ട് റോഡ് ക്രോസ് ചെയ്തു പോയി. അതും അവൾക്ക് പുതിയ ഒരു അനുഭവമായിരുന്നു. അവരുടെ സ്നേഹവും ധൈര്യവും സഹായവും ഒക്കെ. പിന്നെ ഒരിക്കൽ വലിയ ചേച്ചി പെണ്ണ് എല്ലാം പറക്കി ഒതുക്കി വെച്ചിട്ട് അവളുടെ പണി നോക്കിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടിപ്പെണ്ണ് വന്ന് വളരെ തന്ത്രപരമായി അവളുടെ ബാഗിൽ നിന്നും അവൾക്കിഷ്ടപ്പെട്ട എന്തോ ഒന്നതിലുണ്ടായിരുന്നു. ആ ബാഗ് തുറന്ന് അവൾക്കിഷ്ടപ്പെട്ട എന്തോ ഒരു സാധനം അതിൽ നിന്നും എടുത്തു. അന്നേരമാണ് നമ്മളും അത് കാണുന്നത് എന്താണെന്ന്. അവൾ ആ ബാഗിൽ നിന്നും എടുത്തത് എന്താണെന്നറിയൂ? ചേച്ചി പെണ്ണിൻ്റെ ലിപ്സ്റ്റിക്ക്. ആ ലിപ്സ്റ്റിക്ക് എടുത്ത് അവളുടെ ചുണ്ടിലൊക്കെ തേച്ച് നോക്കി. അവൾക്കത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് അവളത് കൈക്കലാക്കി എങ്ങോട്ടോ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു. ചേച്ചി പെണ്ണ് കാണാതിരിക്കാൻ. എന്നാൽ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്ന അനിയൻ വന്ന് ചേച്ചിമാരുടെ വഴക്കെല്ലാം നിർത്തിച്ച് ആ ലിപ്സ്റ്റിക്ക് കൊടുത്ത് വളരെ സ്നേഹത്തോടെ നന്ദി പറഞ്ഞു.
ഇതിൻ്റെ ഇടയ്ക്ക് അടുത്ത രണ്ട് കുട്ടികൾ തമ്മിൽ ഭയങ്കര വഴക്ക്. കുഞ്ഞിപ്പെണ്ണ് വന്ന് അവരെ സമാധാനിപ്പിച്ച് അവരോട് ക്ഷമിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ 5 കുട്ടികളും ക്ഷമയും സ്നേഹവും സഹായവും ധൈര്യവും സത്യവും ഒക്കെ എന്താണെന്ന് അവർ പഠിച്ചു. പിറ്റേന്ന് അവരുടെ ടീച്ചറമ്മ വന്നപ്പോൾ അവരോട് ചോദിച്ചു, കുട്ടികളെ, നിങ്ങൾ വിത്തുകളൊക്കെ കുഴിച്ചിട്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ടീച്ചർ ഞങ്ങൾക്ക് തന്നത് വെറും ഒരു വിത്തല്ല, ഞങ്ങളെ സ്വഭാവവും ഒക്കെ മാറ്റുന്ന ഒരു വലിയ മാജിക് വിത്താണതെന്ന്. അങ്ങനെ ടീച്ചർ പറഞ്ഞു കൊടുത്തു, ഇനി മുതൽ നിങ്ങൾ നല്ല കുട്ടികളായിരിക്കും. ടീച്ചറമ്മയോട് ഒരുപാട് സ്നേഹം തോന്നി അവർ ഒത്തിരി സ്നേഹത്തോടെ ടീച്ചറമ്മയെ ചേർത്ത് പിടിച്ചു. ടീച്ചറമ്മയ്ക്ക് അത് ഒരുപാട് സന്തോഷമായി. തൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ തന്നോട് ഇത്രത്തോളം സ്നേഹം കാണിക്കുന്നതും തൻ്റെ വാക്കുകൾ അനുസരിക്കുന്നതിലും ടീച്ചറമ്മ ഒരുപാട് സന്തോഷിച്ചു. ഞങ്ങളുടെ ഈ കൊച്ചു കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ഞങ്ങളെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. എല്ലാവർക്കും ഒത്തിരി നന്ദി.